ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. സുധി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണല്ലോ. ആ ഹോട്ടലിൽ വരുന്ന ഒരു കസ്റ്റമറിനോട് സുധി അപമര്യാദയായിട്ട് പെരുമാറുന്നു. അങ്ങനെ സുധിയെ ആ ജോലിയിൽ നിന്നും ഓണർ പുറത്താക്കുവാണ്. നീ ഇനി ഇവിടെ ജോലി ചെയ്യണ്ട, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് സുധിയെ പുറത്താക്കുവാണ് ഓണർ. അപ്പോൾ അങ്ങനെ സുധി എങ്ങനെയെങ്കിലും ഒരു ജോലി കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാ, അതും പോയല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസം ആ ഏജൻസിയിൽ നിന്നും വിളിക്കുവാണ്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വരണം സുധി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ സുധി ആ ഇൻ്റർവ്യൂവിന് പോകുവാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴേക്കും അവിടെ 3-4 പേരും കൂടി ഇൻ്റർവ്യൂവിനുണ്ടാവും. സുധി അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് മേടിച്ച് നോക്കിയിട്ട് ഓരോ കള്ളത്തരവും പറയും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണ്, നിങ്ങൾക്ക് ഈ ജോലി കിട്ടില്ല, നിങ്ങൾ ഓവർ ഏജ് ആണ്, ജോലി കിട്ടില്ല, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നവരെയൊക്കെ നിരാശപ്പെടുത്തി അവരെയൊക്കെ പറഞ്ഞയക്കുവാണ്. ലാസ്റ്റ് സുധി ഒറ്റയ്ക്കായിരിക്കും ഇൻ്റർവ്യൂവിന് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സുധി അവിടെ അകത്ത് നിന്ന് വിളിക്കും ഇൻ്റർവ്യൂവിനായിട്ട്. സുധി അങ്ങനെ അകത്തോട്ട് കയറും. അപ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയും, നിങ്ങളെ ഞങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തായിരുന്നു, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്, നല്ല എഡ്യൂക്കേഷനും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ പറയും, കാനഡയിലോട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്, കാരണം ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണല്ലോ, അപ്പോൾ പുറത്തോട്ടൊക്കെ ആയിരിക്കും ജോലി കിട്ടുന്നത്, കാനഡയിലേക്ക് പോകാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ സുധി പറയും, ഓക്കെയാണ് സാർ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എന്നാൽ ഒരു 14 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് ഇവിടെ കെട്ടണം, കാരണം അതിൻ്റെ ഫോർമാലിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 14 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇവിടെ ആദ്യം കെട്ടണം എന്ന് പറയും. അപ്പോൾ സുധി ചോദിക്കും, അതെങ്ങനെയാ 14 ലക്ഷം രൂപയോ, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ കളിയാക്കും. ഇതെന്താ നിങ്ങൾ എന്താ ഇൻസ്റ്റാൾമെൻറ്റ്, ഞങ്ങളെന്താ മറ്റേ ഓൺലൈൻ ഇതൊക്കെയാണെന്ന് ഓർത്തിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്, 14 ലക്ഷം രൂപ കറക്റ്റ് അങ്ങനെ ഫുൾ എമൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് പേ ചെയ്യണമെന്ന് പറയുമ്പോൾ സുധി ഒന്ന് നെട്ടും. അപ്പോൾ അവർ പറയും, അതിനെന്താ, നിങ്ങൾക്ക് പുറത്ത് ജോലി കിട്ടിയ മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ശമ്പളം, ഈ 14 ലക്ഷം രൂപ തിരിച്ചു പിടിക്കാം, ഇതിൻ്റെ ഇരട്ടി ശമ്പളം നിങ്ങൾക്ക് അവിടെയുണ്ട്, ലക്ഷങ്ങളാണ് അവിടെ മാസങ്ങൾ ശമ്പളമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷവും. സുധിയാണെങ്കിൽ സുധീനെ പറ്റി തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തിരിക്കാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ സമയം ശരിയല്ല എന്ന് പറയും. അപ്പോൾ അവർ പറയും, ഇൻ്റർവ്യൂ ചെയ്യുന്നവർ പറയും, നിങ്ങളുടെ സമയം ഇപ്പോൾ തെളിഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നത്, എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ നോക്കൂ, നല്ല ചാൻസാണ്, കാനഡയിലോട്ട് പോയി സെറ്റിൽ ആവുകയും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ സുധിക്ക് ഭയങ്കര സന്തോഷവും. സുധി എങ്ങനെ വീട്ടിലത് അവതരിപ്പിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ച് വരുവാണ്. വീട്ടിൽ വരുമ്പോൾ തന്നെ ചന്ദ്രയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്നിട്ട് ചന്ദ്രയുടെ ചെവിയിൽ രഹസ്യമായിട്ട് പറയും, ഈ കാര്യം പറയും, എനിക്ക് കാനഡയിൽ ജോലി കിട്ടി അമ്മേ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സങ്കടവും. അയ്യോ, ഇതിനാണോ ഞാൻ എൻ്റെ മോനെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്, നിന്നെ കണ്ടിട്ട് ഞാൻ എങ്ങനെ നിൽക്കോടാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കരയുവാണ്. ബാക്കിയുള്ളവർക്കൊന്നും കാര്യം അറിയില്ല കേട്ടോ. സച്ചിയും രേവതിയും അച്ഛനും ശ്രുതിയൊക്കെ നെട്ടിയിരിക്കുവാണ്. അമ്മ എന്തിനായി കരയുന്നത്, ശ്രുതി എന്താ അമ്മയുടെ ചെവിയിൽ പറഞ്ഞതെന്നോർത്ത് അവരിങ്ങനെ നിൽക്കുവാണ്. അപ്പം അമ്മയുടെ സങ്കടം കാണുമ്പോഴേക്കും ബാക്കി എല്ലാവരും ചോദിക്കും, എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, എനിക്ക് ജോലി കിട്ടി ശ്രുതി, അതും കാനഡയിലെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷവും. അയ്യോ, കാനഡയിലോ, ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി അങ്ങനെ അവസാനം കിട്ടിയല്ലോ എന്നോർത്ത് ശ്രുതിയും ഭയങ്കര സന്തോഷവും. പക്ഷേ ഈ ചന്ദ്ര എന്തിനാ കരയുന്നതെന്ന് ഓർത്ത് രവി പറയും, നീ എന്തിനാടി ഈ കരയുന്നത്, അവന് നല്ലൊരു ജോലി കിട്ടുമ്പോൾ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ല ഞാൻ ഇതിനാണ് ഇവനെ കഷ്ടപ്പെട്ട് വളർത്തിയത്, എൻ്റെ മോനെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ കരയുവാണ്. അപ്പോൾ ശ്രുതി പറയും, 1 മാസം അവൻ ഓടിപ്പോയപ്പോൾ അമ്മ അവനെ കണ്ടില്ലല്ലോ, അപ്പം അമ്മ അവനെ ഉഷാറായിട്ടിരുന്നില്ലേ, അതുപോലെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അന്ന് ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ, എൻ്റെ പൊന്നുമോനെ, നീ അവിടെ പോയാലും പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കരുത്, എല്ലാം വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കണം, അവിടുത്തെ വെള്ളം നിനക്ക് പിടിക്കുമോ മോനെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വളരെയധികം വിഷമിക്കുവാണ്. ശ്രുതി ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, ജോലി കിട്ടിയെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രയുടെ ഈ ഓരോരോ ഇതൊക്കെ പറയുമ്പോഴേക്കും ജോലി കിട്ടിയപ്പോൾ ചന്ദ്ര ഇങ്ങനെ വളരെയധികം സന്തോഷിച്ച്, അത് ചെയ്യണം മോനെ, അവിടെ പോയാൽ ഇങ്ങനെ ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഉപദേശിക്കുവാണ്. ശ്രുതിയും വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ രേവതി ചോദിക്കും, എപ്പോഴാണ് ശ്രുതി പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, വിസ ഫോർമാലിറ്റിയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ റെഡിയാകുമല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പോകാൻ പറ്റുമായിരിക്കും, എല്ലാം റെഡിയായി കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തന്നെ ജോലി കിട്ടുമായിരിക്കും എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അപ്പോൾ രേവതി ചോദിക്കും, ജോലി കിട്ടുമായിരിക്കുമെന്നോ, ഇത്ര നേരം ജോലി കിട്ടിയെന്നല്ലേ ശ്രുതി പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കും, ശരിയാണല്ലോ, ഇവൻ ജോലി കിട്ടിയെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എനിക്ക് ജോലി കിട്ടും, ജോലി കൺഫേം ആണ്, പക്ഷേ അതിനൊരു 14 ലക്ഷം രൂപ അവർക്ക് അഡ്വാൻസ് ആയിട്ട് അടക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി അച്ഛനും കൂടി ഒരു ചിരി ചിരിക്കും. അവർക്ക് നല്ല കോമഡിയായി എല്ലാവരും ചിരിക്കും.
വരും. ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരും. ചന്ദ്രയെ അന്തം വിട്ടു പോകും. കാരണം 14 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കാനാണ്? ഇവൻ എന്താണ് ഈ പറയുന്നത്? സച്ചിയൊക്കെ ഭയങ്കര ചിരിയായിരിക്കും. കാരണം നേരത്തെ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ശ്രുതി ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു. ലക്ഷങ്ങളാണ് എനിക്ക് ശമ്പളം, ഞാൻ ലക്ഷപ്രഭു ആകും, എനിക്ക് നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിച്ചതാണല്ലോ. ഈ 14 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിക്കൊക്കെ അത് ഭയങ്കര കോമഡിയായി. സച്ചി പറയും, പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ കൊച്ചിനെ കാതുകുത്തൽ നടത്തുന്നത് പോലെയായിരുന്നു അമ്മയുടെ ഡയലോഗ്. മോനെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെയാണല്ലോ. ജോലി കിട്ടിയ പോലെയായിരുന്നു ചന്ദ്രയുടെയും സുധിയുടെയൊക്കെ പെരുമാറ്റം. ഇതോർത്ത് അവർ ഭയങ്കര ചിരിയാണ്. ചിരിച്ച് ചിരിച്ച് സച്ചിയും അച്ഛനും കൂടി മുറിയിൽ പോയിരുന്ന് ചിരിക്കുവാണ്. പോകുന്നതിന് മുമ്പ് സച്ചി അമ്മയെ നല്ലോണം കളിയാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ചന്ദ്ര നല്ലോണം അങ്ങനെ അന്തം വിട്ടിരിക്കുവാണ് ഈ 14 ലക്ഷം രൂപയുടെ കാര്യം കേട്ടിട്ട്. മോനെ ജോലി കിട്ടിയെന്നോർത്ത് സന്തോഷിച്ചതാണല്ലോ ചന്ദ്ര. അപ്പോൾ ഇതോർത്തിങ്ങനെ നെറ്റിയിരിക്കുമ്പോൾ സച്ചി പോകുന്ന വഴിയിൽ ശ്രുതിയോട് പറയും, പാർലറെടുത്തി അമ്മയോട് ഇനി കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത ലക്ഷ്യം ഏട്ടത്തിയാണ്, സൂക്ഷിച്ചോ, ഏട്ടത്തിയെ സോപ്പിടാൻ വേണ്ടി ചേട്ടൻ ഇപ്പം വരും എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ മുറിയിലോട്ട് പോകുവാണ് രവിയുടെ കൂടെ. ശ്രുതിയുടെ കാനഡ യാത്ര എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രുതിയുടെ അച്ഛനിലായിരിക്കും ഇനി നോട്ടം. 14 ലക്ഷം രൂപയ്ക്കായിട്ട് ശ്രുതിയുടെ അച്ഛനിലായിരിക്കും നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. ശ്രുതിയെ സോപ്പിട്ടാൽ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ ശ്രുതി നോക്കും. അപ്പോൾ നമുക്ക് ശ്രുതിയുടെ കാനഡ യാത്ര എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ചന്ദ്രയ്ക്കും ഇനി ശ്രുതിയിലായിരിക്കും നോട്ടം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ വിവരങ്ങളും ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി.